welcome back to the channel. Hope you're all safe and fine. എൻ്റെ പേര് കൃഷ്ണജ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തേത്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച് ആൻഡ് രണ്ടാമത്തേത് റിസർച്ച് എത്തിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് ഇത്. എങ്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ചും അതുപോലെ തന്നെ എത്തിക്സ് ഓഫ് റിസർച്ചും. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ PPT ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് പോലെ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലെക്ചർ പോലെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളും ക്ലാസ്സിലിരിക്കുന്ന ഒരു സീരിയസ്നെസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വളരെ കാഷ്വലായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമുക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു സെഷൻ അങ്ങോട്ട് കൊണ്ടുപോവാം. നമുക്ക് അറിയുന്ന രണ്ട് ടോപ്പിക്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ രീതിയിൽ അങ്ങോട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച് ആണ്. ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. എന്തൊരു ചോദ്യമാണ് അല്ലേ. അപ്പം ICT എങ്ങനെയാണ് നമ്മളുടെ ഒരു റിസർച്ചിൽ അപ്ലൈ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടാവും. കാര്യം നമ്മളുടെ ഒരു റിസർച്ച്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ റിസർച്ച് നടക്കുന്നത് തന്നെ ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിന് ഓൾമോസ്റ്റും ഈ ഒരു ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുന്നത്. നമ്മൾ റിസർച്ച് കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുന്നത് ഇൻ്റർനെറ്റിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ICT അപ്ലൈ ചെയ്യുന്നതിനൊക്കെയുള്ളൊരു ചോദ്യം വളരെ ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല. ഇനി പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഞാനൊക്കെ കഴിഞ്ഞൊരു മാർച്ച് മുതൽ റിസർച്ച് വർക്ക് കംപ്ലീറ്റും ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രമാണ്. കാര്യം നമുക്കൊരു ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് നമ്മളുടെ ഒരു റിസർച്ചിൽ ഇപ്പം നടക്കുന്നില്ല. നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഒരു നമ്മൾ ഗൈഡിനെ പോലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഗൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കൂടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇമെയിൽ ആയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു റിസർച്ച് കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിനെയാണ്. അപ്പം ഇനി അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്ന ടേമിന് തന്നെ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തേണ്ടതില്ലേന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. കാര്യം ഇപ്പം റിസർച്ച് അല്ല, പകരം ഈ റിസർച്ച് ആണ് നടക്കുന്നത് അല്ലേ, ഇലക്ട്രോണിക് റിസർച്ച് ആണ് നടക്കുന്നത്. കാര്യം മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ടെക്നോളജീനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മൾ റിസർച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് ആണ്, ഇലക്ട്രോണിക് റിസർച്ച് ആണ്. ഇനി ICT ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ICTനെ നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഇൻ്റർനെറ്റ് ആണ്, രണ്ടാമത്തേത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്. ഇൻ്റർനെറ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാനാണെങ്കിൽ, നമ്മളൊരു ബുക്ക് വായിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണെങ്കിലോ, ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ ഒരു റിസർച്ചിന് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഒക്കെ. ഇപ്പോൾ നമ്മളൊരു പ്രപ്പോസൽ എഴുതുകയാണ്, ഒരു റിസർച്ച് പ്രപ്പോസൽ അല്ലെങ്കിൽ സിനോപ്സിസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുക? MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഇനി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റ നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ടാബുലേറ്റ് ചെയ്യണം. അപ്പോൾ ടാബുലേറ്റ് ചെയ്യാൻ ടേബിൾസ് ആണ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ടേബിൾസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ വേർഡിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഒരു ടേബിൾ ഫോമാറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ടേബിൾ ടൂൾ എടുത്തിട്ട്, ഫോമാറ്റ് അല്ല ടേബിൾ ടൂൾ വെച്ചിട്ട് നമ്മൾ
ടേബിൾസ് ഉണ്ടാക്കി ഡേറ്റ അതിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ റിസർച്ചിന്റെ തുടക്കം മുതലൊന്ന് നോക്കാം. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റെപ്സ് ഓഫ് റിസർച്ചിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് റിസർച്ച് ചെയ്യുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിരുന്നു. എന്തൊക്കെയായിരുന്നു? റിസർച്ച് ഏരിയ കണ്ടെത്തണം, ലിറ്ററേച്ചർ റിവ്യൂ നടത്തണം, റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തണം, ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിൽ ആദ്യത്തെ ടോപ്പിക് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റ് തന്നെ പറയാണ് റിസർച്ച് ഏരിയ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ഏരിയ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. എങ്ങനെയായിരിക്കും? ഒരു ടോപ്പിക്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ യൂസ് ചെയ്യുന്ന പല ടെർമിനോളജീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർനെറ്റിൽ കൂടി ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. ഇനി ലിറ്ററേച്ചർ റിവ്യൂ നടത്തുമ്പോഴാണെങ്കിലോ നമ്മൾ ഇതിനു മുൻപ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൽ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ വർക്ക്സ് ആണുള്ളത് എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ശോധ് ഗംഗ അല്ലെങ്കിൽ ശോധ് സിന്ധു എന്നൊക്കെ പറയുന്ന പല സൈറ്റുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഒന്ന് പോയി അന്വേഷിക്കുമ്പോഴത്തേനുമാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് മുൻപ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു റിസർച്ചർ ഏതെങ്കിലും ഒരു തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കൂടിയുള്ള അന്വേഷണത്തിൽ കൂടിയായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇന്റർനെറ്റിൽ കൂടെ തന്നെയായിരിക്കും ഒരു ഓൾമോസ്റ്റ് നമ്മളുടെ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക. കാര്യം ലൈബ്രറിയിൽ പോയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആ ഒരു സമയം കൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് പല ലൈബ്രറീസിനെ നമുക്ക് ഇലക്ട്രോണിക്കലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഒത്തിരി ലൈബ്രറീസിന് ഇപ്പോൾ ഡിജിറ്റൽ ആക്സസ് ഉണ്ട്. നമ്മൾക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഇടത്തിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള പല ലൈബ്രറീസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നതും ഇന്റർനെറ്റിൽ കൂടിയാണ്. ഈ ലിറ്ററേച്ചർ റിവ്യൂവിൽ കൂടി നമ്മൾ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തുന്നതായാലും ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നതായാലും രണ്ടും ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ ഒരു റിസർച്ചിന്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന സമയത്തേക്ക് സാമ്പിളിന്റെ ടൈപ്സിനെ പറ്റിയിട്ട് അറിയാൻ, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റ ഉണ്ട്, എന്ത് മെത്തഡോളജീസ് ഒക്കെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാനൊക്കെ നമ്മൾ ഈ ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റിസർച്ച് പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു വേർഡ് ഫോർമാറ്റിലായിരിക്കും നമ്മളിത് ടൈപ്പ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റിലായിരിക്കും യൂസ് ചെയ്യുന്നത് റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആയിരിക്കും അല്ലേ. ഇനി അതിനുശേഷം ഡേറ്റ കളക്ട് ചെയ്യാണ്. അപ്പം ഇനി ഈ ഒരു ലോക്ക്ഡൗണിന്റെ സമയത്ത് പല ആളുകളും ഡേറ്റ കളക്ട് ചെയ്യുന്നത് പോലും ഇന്റർനെറ്റ് വഴിയാണ്. ഇപ്പം ഈ അടുത്തായിട്ട് എനിക്ക് കുറച്ചധികം മെയിലുകൾ കിട്ടുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റീസിലും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ അറിയുന്ന റിസർച്ചേഴ്സ് ആണെങ്കിൽ അവർ ഇമെയിൽ വഴി നമുക്ക് ഗൂഗിൾ ഫോംസ് ഒക്കെ അയച്ചു തരും. അവർക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഗൂഗിൾ ഫോമിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്യും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് തിരികെ അയച്ചാൽ മതി. അപ്പം ഇത്തരത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതും ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യാൻ കൂടി നമ്മളുടെ ഈ ഒരു ഇന്റർനെറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കിട്ടിയ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടാബുലേറ്റ് ഒക്കെ ചെയ്തിട്ടാണ്, ടേബിളിലാക്കിയിട്ടാണ് നമ്മൾ കിട്ടുന്ന ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അല്ലെ, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻപത്തെ വീഡിയോ ഒന്ന് കാണാം, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്സിലെയും സബ് ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പം പറഞ്ഞു തന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ ടാബുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കോളംസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ടേബിൾസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് വെച്ച് കാറ്റഗറൈസ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഡേറ്റ അനലൈസ് ചെയ്യാണ് അല്ലേ. അങ്ങനെ
ഡേറ്റ അനലൈസ് ചെയ്ത് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിസർച്ച് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ തീസിസ് എഴുതാൻ പോവാണ്. തീസിസ് എങ്ങനെ എഴുതാം? മാനുസ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്ന കാലമൊക്കെ കഴിഞ്ഞു അല്ലേ. ഇപ്പൊ നമ്മൾ തീസിസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് തീസിസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തീസിസിന് ഒരു ഫോമാറ്റ് ഉണ്ടാവും. ആ ഫോമാറ്റ് ഒക്കെ നമ്മൾ ഈ വേർഡ് ഫയലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ആ ഫോമാറ്റ് ഒക്കെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തീസിസ് ടൈപ്പ് ചെയ്യും. ഇനി ഈ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, ഇമെയിലായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് തീസിസുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. അല്ലാണ്ട് ഇപ്പം പ്രിന്റ് എടുത്തിട്ടൊന്നും കൊണ്ടുപോയി ഗൈഡിന് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇപ്പം കുറച്ച് നാളായിട്ടില്ല. പലരും പറയുന്നത് മെയിൽ അയച്ചാൽ മതി, അവർ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി തന്നെ നമ്മളുടെ ആർട്ടിക്കിൾ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം വേർഡ് ഫയലൊക്കെ ആണെങ്കിൽ ഓരോ വേർഡിനും കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗൈഡ് ചെയ്ത് എഡിറ്റ് ചെയ്യും, നമ്മളുടെ ആർട്ടിക്കിൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് കളർ ചേഞ്ച് ചെയ്തിട്ട് അവിടെ ആഡ് കമൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈഡിന് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് എഴുതി ചേർത്താൽ മതി. അപ്പം ഇത്തരത്തിൽ എഡിറ്റ് ചെയ്തിട്ട് ഗൈഡ് നമ്മൾക്ക് തിരിച്ച് ഈ ഒരു റിസർച്ച് തീസിസ് അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ട് തിരിച്ചയക്കും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ തിരിച്ചയക്കുന്നു. നമ്മൾക്ക് ഈ ഒരു ആർട്ടിക്കിൾ കിട്ടുന്ന സമയത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ എവിടേക്കാണ് എഡിറ്റിംഗ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ നമ്മുടെ കമൻറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ അത് കൃത്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പേജിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷനായിട്ട് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. ഓരോ കമൻറ്റും ചെന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താലും അവിടെ ഗൈഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് തന്നെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്തരത്തിൽ നമ്മളുടെ ഈ ഒരു റിസർച്ച് പ്രൊപ്പോസൽ എഴുതുന്നതും സബ്മിറ്റ് ചെയ്യുന്നതും ഒക്കെയും നമ്മൾ എല്ലാം നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ICTനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് നമ്മളുടെ റിസർച്ച് നമ്മളുടെ ICTനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ICT ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് നമ്മളുടെ റിസർച്ചിൽ അപ്ലൈ ചെയ്യുന്നത്. കാര്യം ഇത്ര ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിന് വലിയ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്ക് ഇതിലും സിമ്പിളാണ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് എത്തിക്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ക്ലാസ് മുതൽ, സ്കൂളിലെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്, മോറൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എത്തിക്സ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നില്ല. നമുക്ക് നേരെ കടക്കാം റിസർച്ച് എത്തിക്സിലേക്ക്. റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ അല്ലെങ്കിൽ കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് ആണ് റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം, എന്തൊക്കെ മോറൽസ് അല്ലെങ്കിൽ എന്തൊക്കെ എത്തിക്സ്, മോറൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ റിസർച്ച് ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് എത്തിക്സിൽ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു ടേം വന്നിട്ടുണ്ടാവും, പ്ലേജറിസം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേജറിസത്തിനെ പറ്റിയിട്ടാണ്. പ്ലേജറിസം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഒരു ഇൻഫർമേഷൻ, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മളുടെ തീസിസിൽ നമ്മളുടേതെന്ന രീതിക്ക് അങ്ങ് എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുതി ചേർത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, പബ്ലിഷ് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, പ്ലേജറിസം ആയിട്ട് മാറുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ഫെമിനിസത്തിലാണ് റിസർച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ കുറച്ച് പേര് എനിക്കിങ്ങനെ മെസ്സേജസ് അയച്ചായിരുന്നു, എന്തുകൊണ്ടാണ് എപ്പോഴും ഫെമിനിസം മാത്രം പറയുന്നത്, എന്ത് ഉദാഹരണം പറഞ്ഞാലും ധപ്പട്ല സ്ലാബും പിന്നെ ചൈൽഡ് അബ്യൂസ് പറയുമ്പോഴും ഗേൾ ചിൽഡ്രനെ പറ്റിയിട്ടാണല്ലോ പറയുന്നതെന്ന് ചോദിച്ചായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഞാനും റിസർച്ച് ചെയ്തത് ഫെമിനിസത്തിലാണ്. അപ്പോൾ എനിക്കും ആ ഒരു കൺസേൺ കൂടുതലാണ് ഫീമെയിൽസിനോട്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത് ഫെമിനിസത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫെമിനിസത്തിൽ ഏതെങ്കിലും ഒരു വർക്കിനൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുകയാണ് കേട്ടോ. അങ്ങനെ എഴുതുന്ന സമയത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഐഡിയ അങ്ങോട്ട് വരികയാണ്. അതായത് 1 is not born ഫീമെയിലിന് വരികയാണ് അല്ലേ. ആരും സ്ത്രീ ആയിട്ട് ജനിക്കുന്നില്ല, നമ്മൾ കുറേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് എഴുതി ചേർക്കാണ്. ഇത് മനഃപൂർവ്വമാകാം, അറിവില്ലാണ്ടുമാകാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിവില്ല എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ഒരാൾ മുൻപ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോയെന്നോ അങ്ങനെയൊന്നും നമുക്കറിയില്ല എന്നുണ്ടെങ്കിലും നമ്മളതങ്ങ് എഴുതി വെക്കുകയാണ്. അതായത് ആരും സ്ത്രീയായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് സ്ത്രീകളെ സ്ത്രീയാക്കി മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങോട്ട് എഴുതി വെക്കുകയാണ്. അപ്പം നമ്മൾ അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറിയാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ.
എങ്ങനെ ചെയ്താലും ഇത് പ്ലേജറിസം ആണ്. കാര്യം വൺ ഈസ് നോട്ട് ബോൺ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ളത് സിമോൺ ഡി ബൂവെ വളരെ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വൺ ഈസ് നോട്ട് ബോൺ വുമൺ എന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ മറ്റൊരാളുടെ കാര്യം, മറ്റൊരാളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ഇൻ്റലക്ച്വൽ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ തീസിസിൽ നമ്മളുടേതെന്നുള്ള രീതിക്ക് അങ്ങനെ എഴുതി ചേർക്കുമ്പോഴാണ് അത് പ്ലേജറിസം ആയിട്ട് മാറുന്നത്. ഇനി വൺ ഈസ് നോട്ട് ബോൺ വുമൺ ബട്ട് ബിക്കംസ് വൺ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. അപ്പം ഇത്തരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പിടിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുൻപ് പല ആളുകളും ചെയ്ത തീസിസുകളുണ്ടാവല്ലോ, വലിയ അത്ര പോപ്പുലർ അല്ലാത്ത തീസിസുകളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ വളരെ യാതൊരു രീതിയിലുമുള്ള ഉളുപ്പുമില്ലാണ്ട് എന്ത് ചെയ്യും, പിക്ക് ചെയ്ത് ഇവരുടെ തീസിസിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇവരുടെ വിചാരം എന്താണ്, ഇതാരും പിടിക്കില്ല എന്ന്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്ലേജറിസം ചെക്കേഴ്സൊക്കെ ഉണ്ട്. ഓർക്കുണ്ട് പോലുള്ള ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് പ്ലേജറിസം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആരുടെ ഐഡിയ നമ്മൾ കടമെടുത്ത് കഴിഞ്ഞാലും അതിനെ അക്നോളജ് ചെയ്തില്ലെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് അതിനെ അക്നോളജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്ലേജറിസം ആയിട്ട് മാറും. അങ്ങനെ പ്ലേജറിസം ആയിട്ട് മാറുകയാണ്. ഒരു 25% പ്ലേജറിസം വരികയാണെങ്കിൽ നമ്മളുടെ തീസിസ് തന്നെ റിജക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ മറ്റൊരാളുടെ ഐഡിയ എടുത്താലും നമ്മൾ അത് പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യണം, അക്നോളജ് ചെയ്യണം. ഇത് ശരിക്കും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷനെയാണ് പറയുന്നത്. അതായത് ഒരാൾ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻ്റലക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പുതിയൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൂവെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് അവരുടെ ബുദ്ധിയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ആ ഒരു കാര്യത്തിന്, ആ ഒരു ഐഡിയയുടെ മുകളിൽ ബൂവയ്ക്ക് ഒരു അവകാശം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു കാര്യം കണ്ടെത്താമെന്ന് വിചാരിക്കാം. ആ കണ്ടെത്തുന്ന കാര്യത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പുസ്തകം നിങ്ങളുടെ ഒരു കൺസെൻറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് മറ്റൊരാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ആ പുസ്തകത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു കോപ്പി റൈറ്റ് ഉണ്ടാവും. ഏതൊരു വസ്തു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കോപ്പി റൈറ്റ്, ഒരു മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഫോമിലുള്ള കാര്യം എടുത്താലും ഒരു ഇൻവെൻഷൻ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ മുകളിൽ എന്തുണ്ടാവും, ഒരു പേറ്റൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോപ്പി റൈറ്റ് ഉണ്ടാവും. അപ്പം ഇത്തരത്തിൽ ഒരാളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരാൾ തന്നെത്താൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയയുടെ മുകളിൽ അയാൾക്കൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടാവും. കോപ്പി റൈറ്റ് പോലെ അല്ലെങ്കിൽ പേറ്റൻറ്റ് പോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. നമ്മൾ പ്ലേജറൈസ് ചെയ്യുന്ന സമയത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെയാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്ലേജറിസം. റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ടൈം പ്ലേജറിസം അല്ല, പകരം നോ പ്ലേജറിസം ആയിരിക്കണം. ഇനി ചില ആളുകൾ തീസിസ് ചെയ്യുന്ന സമയത്തേക്ക് മറ്റുള്ള ആളുകളുടെ ഐഡിയ അല്ല, പകരം തീസിസ് തന്നെ അപ്പാടെ കോപ്പി അടിച്ച് വയ്ക്കാറുണ്ട് അല്ലേ. ഒത്തിരി തീസിസുകൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും കേസുകളായിട്ട് മാറുന്ന കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ തീസിസ് അപ്പാടെ വേണമെങ്കിൽ ഇവരുടെ ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റി അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വയ്ക്കും. ഇതിന് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലൊരു ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നമ്മളെ റിസർച്ചിൽ പാടില്ല എന്നാണ് പറയുന്നത്. ഒരാൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രമാണ്. ഇനി അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് പറയാനുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും നമ്മളുടെ ആയിട്ട് മാറുന്നത്. അപ്പം ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങളൊരു ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാണ്, അതിൽ എ തൊട്ട് ഒരു സി വരെയുള്ള കാര്യങ്ങൾ മറ്റൊരാൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി നിങ്ങളുടെ റിസർച്ചിൽ നിങ്ങൾ എ തൊട്ടൊരു കെ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ റിസർച്ചിൽ ആ എ തൊട്ട് സി വരെയുള്ള കാര്യത്തിൽ യാതൊരുവിധ വാലിഡിറ്റിയും അല്ലെങ്കിൽ യാതൊരുവിധ വിലയും ഉണ്ടാവില്ല, ഒരു വാല്യൂവും ഉണ്ടാവില്ല. പകരം ഡി തൊട്ട് കെ വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടേതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള യാതൊരുവിധ ഐഡിയാസും നമ്മളുടെ റിസർച്ചിൽ വരാൻ പാടില്ല. പകരം നമ്മളുടേതായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരാളുടെയും ഐഡിയോളജിയും അല്ലെങ്കിൽ ഐഡിയാസ് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കംപ്ലീറ്റ് തീസിസിനെയും നമ്മൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിനെയും ഒന്നും നമ്മൾ നമ്മളുടെ ലാംഗ്വേജിൽ അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. ഇനി നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ എന്തായിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം.
അല്ലേ? അതായത് നമ്മൾ യാതൊരു രീതിയിലും ഒരു പക്ഷപാതം നമ്മളുടെ റിസർച്ചിൽ കാണിക്കാൻ പാടില്ല. നമ്മൾ റിസർച്ചിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു, മീനിങ്ങും ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് റിസർച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത്. നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു സോഷ്യലായിട്ടുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സോഷ്യലായിട്ടുള്ള ഒരു കോഴ്സായിരിക്കും പൊതുവേ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊരു റിസർച്ച് ചെയ്യുമ്പോൾ അത് എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. അതായത് യാതൊരു രീതിയിലുമുള്ളൊരു ചായവും ചെരിവും നിങ്ങളുടെ റിസർച്ചിന് വരാൻ പാടില്ല. നിങ്ങളൊരു കാര്യം റിസർച്ച് ചെയ്യുമ്പോൾ അത് ഏറ്റവും സത്യസന്ധമായിട്ട് ഓണസ്റ്റായിട്ട് വേണം നിങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളിപ്പം ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു റിസർച്ച് ചെയ്യുന്നു. അപ്പം ഒരു പൊല്യൂഷൻ്റെ കാര്യത്തിൽ റിസർച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ പൊല്യൂഷൻ്റെ കാര്യത്തിൽ റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ കണ്ടെത്തുകയാണ് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പം നിങ്ങളുടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കണ്ടെത്തലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും നിങ്ങളുടെ റിസർച്ച് എന്തായിരിക്കണം? ഓണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. അതിൽ യാതൊരു ഒരു പാർട്ടിയുടെ ഇൻഫ്ലുവൻസോ, ഒരു റിലീജിയൻ്റെ ഇൻഫ്ലുവൻസോ, ഒരു കാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസോ, ഒരു സെക്സിൻ്റെ ഇൻഫ്ലുവൻസോ, ജെൻഡറിൻ്റെ ഇൻഫ്ലുവൻസോ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റിസർച്ചിൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസർച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഓണസ്റ്റ് ആയിരിക്കണം. നിങ്ങളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട്സ് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്തായിരിക്കണം? ഓണസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിസർച്ചിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോലെസ് ആയിരിക്കണം. ഫ്ലോലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറേഴ്സ് ഒന്നും പാടില്ല. നമ്മളുടെ ഈ ഒരു വർക്കിൽ യാതൊരു രീതിയിലുമുള്ള തെറ്റുകൾ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നേരത്തെ പറഞ്ഞിരുന്നു ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നുണ്ട് എന്നല്ലേ? അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് മുൻപ് തീസിസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ റിസർച്ച് ചെയ്ത ആൾക്കാരുടെ തീസിസ് ഒക്കെ എടുത്ത് നമ്മൾ വായിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഒരു റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്താണ് ഒരു 90% ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നതെന്നുള്ള ഒരു തോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലുണ്ടാവും. അപ്പം നമ്മളും മറ്റൊരാളുടെ തീസിസിനെ അത്രയധികം റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അത്രയധികം വിശ്വസിച്ചിട്ടാണ് നമ്മൾ മറ്റൊരാളുടെ തീസിസ് വായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ടോപ്പിക്കിനെ പിന്നീട് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് പിന്നീട് ആരെങ്കിലും റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ തീസിസും ഈ പിന്നീട് വരുന്ന ആൾക്കാർ വായിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മളുടെ തീസിസും അവിടെ ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് മാറുകയാണ്. അപ്പം ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു സോഴ്സായിട്ട് നമ്മളുടെ തീസിസ് മാറുമ്പോൾ ആ തീസിസിൽ യാതൊരു രീതിയിലുമുള്ള തെറ്റുകൾ വരരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റുകൾ വരുന്ന മുറയ്ക്ക് പിന്നീട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ വഴി തിരിച്ചു വിടാനുള്ള യാതൊരു രീതിയിലുമുള്ള ഒരു എറേഴ്സ് നമ്മളുടെ റിസർച്ചിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ച് എപ്പോഴും എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആൻഡ് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളുടെ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് യാതൊരു രീതിയിലുമുള്ള തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വീണ്ടും നമ്മളുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു തീസിസ് നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്ത് അതിൽ യാതൊരുവിധ രീതിയിലുമുള്ള തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളതിനെ ഫൈനലി സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മളൊരു റിസർച്ച് ചെയ്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടെത്തി എന്ന് വിചാരിക്കുക. ഇനി ചില ആളുകൾക്ക് നോളജ് ഷെയർ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ കാര്യമാണ്, ഇത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന പല ആളുകളും ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു വിചാരം നമ്മൾ റിസർച്ചിൽ വരാൻ പാടില്ല. നമ്മൾ എന്തൊക്കെയാണോ കണ്ടെത്തിയിട്ടുള്ളത് അത് മുഴുവനായിട്ടും തന്നെ നമ്മൾ റിസർച്ചിൽ നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് പറയുക. ഇനി ഞാനൊരു 100 കാര്യങ്ങൾ കണ്ടെത്തി, അതിൽ 90 കാര്യം നീ അറിഞ്ഞാൽ മതി, ബാക്കി 10 കാര്യം നിങ്ങൾ അറിയാണ്ട് പോട്ടെ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ റിസർച്ചിൽ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല. പകരം നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എറർലെസ് ആയിട്ട് ഫ്ലോലെസ് ആയിട്ട് നിങ്ങളുടെ റിസർച്ചിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഇനി റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും നമ്മളുടെ റിസർച്ചിൽ പാടില്ല.
അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ് യാതൊരു രീതിയിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ റേസ് ഡിസ്ക്രിമിനേഷനോ ഒന്നും നമ്മളുടെ ഈ ഒരു റിസർച്ചിൽ പാടില്ല. എല്ലാവരും ഈക്വലായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇപ്പം ചില സമയങ്ങളിൽ നമ്മളൊരു സാമ്പിളിൻ്റെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അപ്പം പല കാറ്റഗറിയിൽ പെടുന്ന സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ ഇഷ്ടമല്ല, അങ്ങനെ ഒരിക്കലും പാടില്ലെങ്കിലും ഇഷ്ടമല്ല എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ ആ ആളുകളോട് നിങ്ങൾക്കൊരു അവേർഷൻ ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിസർച്ചിലും ആ ഒരു അവേർഷൻ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസർച്ചിൽ എന്ത് കാണാൻ സാധിക്കും? ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ റിസർച്ച് യാതൊരു രീതിയിലുമുള്ള ഡിസ്ക്രിമിനേഷനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ യാതൊരു രീതിയിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ റിസർച്ചിൽ എന്തായിരിക്കണം? നോൺ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഇപ്പം സാമ്പിൾസ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള സാമ്പിൾസ് ആയിക്കോട്ടെ, അവിടെ യാതൊരു രീതിയിലുമുള്ള നോൺ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം. ഇനി നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സോഷ്യൽ കോസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ടായിരിക്കും പൊതുവെ നമ്മൾ റിസർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ റെസ്പോൺസിബിൾ ആണ്. അപ്പം ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യണം. അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഈ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ റിസർച്ചിൽ കൂടെ നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പം ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇതാണ് റിസർച്ച് എത്തിക്സ്. ഞാൻ ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് പറയാണ്. നമുക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് പ്ലേജറിസം ഉണ്ടാവാൻ പാടില്ല. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ നമ്മൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതായത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. യാതൊരു രീതിയിലുള്ള ബയസ് അല്ലെങ്കിൽ ഒരു പക്ഷപാതം നമ്മളുടെ റിസർച്ചിൽ കാണാൻ പാടില്ല. ഡിസ്ക്രിമിനേഷൻ നമ്മളുടെ ഈ ഒരു റിസർച്ചിൽ കാണാൻ പാടില്ല. അപ്പം നമ്മളുടെ റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കണം? നമ്മൾ എറർലെസ് ആയിരിക്കണം, അല്ലെ ഫ്ലോലെസ് ആയിരിക്കണം. യാതൊരു തെറ്റും ഇല്ലാണ്ട് വേണം നമ്മളുടെ റിസൾട്ട് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടെത്തുന്ന എല്ലാ റിസൾട്ടും എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ചെയ്യണം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റിസർച്ച് എത്തിക്സ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ചും നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ റിസർച്ച് എത്തിക്സും പറഞ്ഞു. സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോക്സിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾ പറയുക. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരും പ്ലീസ് സ്റ്റേ സേഫ്.